വെറുതെ ഞാനെന്താ ചെണ്ടയാ? എന്റെ അല്ലല്ലേ എന്താ കിട്ടിയതല്ല എന്തിനാ? അത് എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ല. വെറുതെ വന്ന് അടിച്ചിട്ട് പോയി. ഒരു പിടിയും കിട്ടിയിട്ടില്ല. സത്യമായിട്ട് നേരത്തെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഞാനിപ്പോ ആളറിയാൻ പാടില്ല ഇതാ. പക്ഷെ ഇത് എന്ത് കാര്യത്തിനാന്ന് എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഹോട്ടലിലെ ബില്ലെന്നാ മറ്റേ ഏതാണ്ടൊക്കെ പറയണ്ടായിരുന്നു. ഞാൻ ഹോട്ടലിലെ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഓർത്ത് ഒരു പിടി കിട്ടുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇവിടുത്തെ ആ കുശിനിക്കാരനില്ലേ, പാചകക്കാരൻ, പുള്ളി 2 ഇടി ഇടിച്ചോന്നൊരു സംശയം. എല്ലാരും എന്താ നിന്നെ ഇങ്ങനെ ഇടിച്ചിട്ട് പോണേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ എന്താ ചെണ്ടയാ? നിനക്ക് പ്രതികരിച്ചൂടെ? പ്രതികരിക്കാൻ ഇവിടെ സമയം തരണ്ടേ? ഏറിൽ നിർത്തിയല്ലേ ഇടിക്കുന്നത്. എന്തൊരു അക്രമം അല്ലേ? അതെ അതെ അതെ, എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അറിയോ, നാളെ ഞാൻ ഇവിടെ പിടിച്ചേക്കുമെന്ന് തോന്നുന്നില്ല. അതെ, ആ കുശിനിക്കാരനെ ആരെയും വിശ്വസിക്കാൻ കേട്ടാ. എന്താ? പുള്ളി ഇടക്കിടക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ആരോടോ ചോർത്തി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി കണ്ടൊക്കെ നിന്നാ കൊള്ളാം. നിനക്ക് വെറുതെ അല്ലടാ തല്ലിയിട്ടേ. എന്തിനാടാ മറ്റുള്ളവരെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? സ്വന്തം കാര്യം നോക്കി ജീവിച്ചാ പോരെ? എഴുത്തുകാരാ, നമ്മുടെ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ കണ്ണു പൊട്ടണ ഇടിയും കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടാ. കണ്ണു പൊട്ടിയാലും കണ്ണട പൊട്ടായിരുന്നാ മതി. ഒടുക്കത്തെ വില അല്ലേ? ഞാനെന്നാ പൊക്കോട്ടെ. അതായിരിക്കും നല്ലത്. ഇങ്ങോട്ട് പോകുന്ന എവിടെ ചെന്നാലും ഇതാ അവസ്ഥ. എങ്ങോട്ടെങ്കിലും പൊക്കോ. റൂമിന്റെ ഉള്ളിൽ പോയി വാതിലടച്ചിരുന്നു. സുബു എപ്പോഴാ വരുന്നത്? എനിക്കറിയാൻ പാടില്ല. പൊക്കോ പൊക്കോ. അതെ, കുറച്ച് പിണ്ണതൈലം ഓർഡർ ചെയ്യട്ടെ? ചവിട്ടി തിരുമാൻ നല്ലതാണോ? എന്നാ അതൊരെണ്ണം ഓർഡർ ചെയ്തു. ശരി, എനിക്ക് ആവശ്യമുണ്ട്. എടി കണ്ടടി ഞാൻ നിന്റെ ആ കാലനെ. യാ നമ്മളെ 5-6 സ്റ്റാറൊക്കെ ഉള്ള ഹോട്ടലിൽ കൊണ്ട് കുറെ തീറ്റിപ്പിച്ചിട്ട് മുങ്ങി കിടന്നില്ലേ, അവനെ ഞാൻ കണ്ടടി. മറ്റേ സിനിമാക്കാരനാന്ന് പറഞ്ഞ് നടന്നിരുന്നവനോ? എന്തായിരുന്നു അവന്റെ പേര്? സുബു. പോട്ടൻ തന്നെ. അവൻ ഇവിടെ ഉണ്ട്. അവൻ ഇവിടെ എന്തോ സിനിമയോ ഡയറക്ടറോ എന്തോ തേങ്ങയാന്ന് പറഞ്ഞ് ഇവിടെ നടക്കണുണ്ട്. അവൻ ഇപ്പോഴും സിനിമാക്കാരനാ? യാ, he is smoking the entire നാട്ടുകാർ ബ്രോ. Oh my god, it's very cruel. ഞാനൊന്ന് മനസ്സ് വിചാരിച്ച അവന്റെ ആ ഫുള്ള് കുടുംബം കല്ലങ്ങും. But how? അതൊക്കെ ഉണ്ട്. ഞാനേ നൈസായിട്ട് അവന്റെ ആ ഭാര്യനോട് പറഞ്ഞാലോ എന്ന് ആലോചിക്കുക. എന്തു പറയാൻ? ഇവൻ മറ്റേ ഫുഡിന്റെ കഥയും അവനോട് പറ്റിച്ചടക്കുന്ന കഥയും ഒക്കെ ഞാൻ പറയാൻ പോണേ. അങ്ങനെ ഇപ്പൊ 5000 രൂപയുടെ ഫുഡ് മേടിച്ചിട്ട് അവൻ മുങ്ങിക്കളയണ്ട. അതൊക്കെ വലിയ പ്രശ്നമാവില്ലേ? അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം ബ്രോ. Are you sure? Yeah. Okay. ഞാൻ പോയി വേഗം അവന്റെ പണി പാളീസാക്കിയിട്ട് വരാം. Yeah. Okay. Yeah, bye. Hang on. എന്നാലും ആ പെങ്കൊച്ച് എന്തിനായിരിക്കും പേടിച്ചോടിയത്? നളിനാക്ഷ എന്തിനായിരിക്കും ഇടി കിട്ടിയത്? രക്തം പിടിയും കിട്ടുന്നില്ലല്ലോ. ആരോടാ ഇപ്പൊ ഒന്ന് ചോദിക്ക? എന്റെ പൊന്നു മോളെ, നീ എന്തിനാ നേരത്തെ പേടിച്ച് ഓടിയത്? ചേച്ചി, ഞാൻ ചേച്ചിനെ എന്റെ സ്വന്തം ചേച്ചിനെ പോലെ കണ്ടോണ്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ? അല്ല, അങ്ങനെ സ്വന്തം ചേച്ചിയായി കാണണമെന്നില്ല. നമ്മൾ കുറച്ചേരല്ലേ ആയിട്ട് കണ്ടിട്ടുള്ളൂ. അല്ല, എന്നാൽ ഇരിക്കട്ടെ. എന്നാ ഇരിക്കട്ടെ, കാര്യം പറയ്. ചേച്ചി നേരത്തെ കാണിച്ച ആ ഫോട്ടോ ശരിക്കും ചേച്ചിയുടെ ഹസ്ബൻഡാണോ? പിന്നെ അല്ലാതെ. എനിക്ക് എന്താ വട്ടാണോ വേറെ ആരെയും കാണിച്ചിട്ട് എന്റെ ഹസ്ബൻഡാന്ന് പറയാനായിട്ട്? സ്മാർട്ട് അല്ലേ സുബു? ശോഭന, എന്നാ ഇത് സൊല്ലിയാവണോ? ഞാനിപ്പോൾ പറയാൻ പോണ കാര്യം കൊണ്ട് നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിലോ മാരേജ് ലൈഫിലോ ഒന്നും പറ്റാണ്ട് നോക്കണം. ഇതൊക്കെ ഒരു സ്പോർട്സ് വുമൻഷിപ്പിൽ അങ്ങ് എടുത്ത് കണ്ടാൽ മതി. എന്ത് ഷിപ്പ്? സ്പോർട്സ് വുമൻഷിപ്പ് ഒരു പ്രാവശ്യമൊക്കെ പറയാൻ പറ്റുള്ളൂ. ആദ്യമൊക്കെ നല്ല വിഷമം കാണും, പിന്നെ പതിയെ അത് ശരിയായിക്കോളും. പിന്നെ എല്ലാം വിധിയുടെ വിളയാട്ടം എന്നങ്ങ് വിചാരിക്കുക. യു ആർ ട്രാപ്ഡ്. എന്റെ കൊച്ചെ ലാഗ് അടിപ്പിക്കാണ്ട് ട്രാപ്പായി എന്ന് പറഞ്ഞിട്ട് കാര്യം പറഞ്ഞിട്ട് പോകൊച്ചേ. എന്താണ്? ഇതെന്താണ്, വട്ടാണോ? അതെ, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോവാൻ. ഇനിയിപ്പൊ സുബു എങ്ങാനും ഇനിയിപ്പോ
ഇവിടുന്ന് വന്ന പിന്നെ ഇവിടുന്ന് എന്നെ ആരും നിലത്ത് നിർത്തിയിട്ടില്ല. ഇവനെന്ന് വിളിച്ചില്ലെങ്കിൽ ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. ഹലോ ഹലോ, എന്താടാ? എടാ നീ ഏതാ അവിടെയാണ്? ഞാനിവിടെ. എവിടെ? ഞാൻ നിൽക്കുന്നിടത്ത്. എടാ ഒന്ന് എന്റെ പൊന്നട ഒന്നിങ്ങ് വേഗം വരാവോ? ഇവിടെ ആകെപ്പട സീന. നിനക്കറിയാലോ ഞാൻ ഒരു കാര്യത്തിന് വന്നേക്കുന്നതാണെന്ന്. ഇടി ഇവിടെ ശോഭയൊക്കെ ഇവിടെ ഭയങ്കര കലിപ്പാണ്. എന്താ പ്രശ്നം? എന്താ അവിടെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടാ. എടി എന്നെ ആ താഴത്തെ മറ്റേ ആ തമിഴിലടാ മുത്തു? ആ മുത്തു, നിന്റെ നൻപൻ, അവൻ വന്ന് എന്റെ കവളത്തിന്റെ ചറ പറയാ എന്നെ ഇടിച്ചിട്ട് പോയി. എന്തിനാന്ന് മാത്രം എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. നീ പിന്നെ അവന്റെ ഭാര്യയോട് വല്ലതും ചോദിക്കാൻ പോയോ? എടാ ഞാൻ ആ താഴത്തോട്ട് പോയിട്ട് പോലും, ഞാൻ ആ പെൺപിള്ളേനൊന്നും പിന്നെ കണ്ടിട്ട് പോലും ഇല്ല. പിന്നെ വല്ലവരും വന്ന് നിന്നെ ഇടിക്കുന്ന എന്തിനാ? എടാ അതാ ഞാനും ചോദിക്കുന്നത്, ഞാൻ എന്നാ ചെണ്ടേ? ഇത് ഞാൻ നിന്നോട് അങ്ങോട്ടല്ലേ ചോദിക്കണ്ടേ? നീ എന്താ ചെണ്ടയോ? എടാ എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് ഇത്ര ഇടി വേറെ എങ്ങൊന്നും കിട്ടിയിട്ടില്ല. ആ, നിന്റെ കയ്യിലിരിപ്പിന് എണ്ണം കിട്ടുന്നത് നല്ലതാ. എടാ നീ ചുമ്മാ പുള്ള കളിക്കാതെ. എടാ ഞാൻ നാളെ അറിയപ്പെട്ട ഒരു തിരക്കഥാകൃത്താ, നിനക്കറിയാൻ പാടില്ലേ? ഇങ്ങനെയാണെങ്കിൽ നിന്റെ കഥ നാട്ടുകാർ തീർക്കും. എടാ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ വേണ്ടില്ല. പിന്നെ നിന്നെ വെറുതെ തല്ലുന്ന എന്തിനാ അവര്? എടാ എനിക്കറിയാൻ പാടില്ല, അത് ചോദിക്കാനാണ് നിന്നെ വിളിച്ചത്. നീ ഒന്ന് വന്നിട്ട് അത് ചോദിക്കണം കേട്ടോ. ഞാൻ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാത്രിയോ അല്ലെങ്കിൽ മറ്റന്നാൾ രാത്രി വരാം. പിന്നെ വന്നില്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് വരാം. ആ അങ്ങനാണെങ്കിൽ എന്റെ ബോഡി ഇടങ്ങ എടുത്താച്ചാ മതി. അങ്ങനെയാണെങ്കിൽ നിന്നെ അങ്ങ് സമാധിയാക്കാൻ പറ അവരോട്. എടാ നീ ഈ സമയത്തല്ല ഈ ഊള കോമഡി പറയേണ്ടത്. അപ്പൊ നീ മരിച്ചു കിടക്കുമ്പോ പറയണോ? ഇത് നീ പോരുമ്പോ കുറച്ച് കുഴമ്പ് മേടിച്ചിട്ട് പോര്. ആ, നിനക്ക് നല്ലത് ഞരമ്പെണ്ണ ആയിരിക്കും. എടാ ഈ ശരീരം നീര് വെക്കാതിരിക്കാനുള്ള എന്തെങ്കിലും കുഴമ്പ്. മയിലെണ്ണ ആയാലോ? എന്തെങ്കിലും എണ്ണ. നീ തൽക്കാലം പുറത്തിറങ്ങണ്ട, അല്ലെങ്കിൽ നാട്ടുകാരും കൂടെ നിന്റെ അടുത്ത് പഞ്ഞിക്കിടും. അകത്ത് തന്നെ ഇരുന്നോ, അതാ നല്ലത്. അത് കിട്ടും ഞാനേ അകത്തിരുന്നോളാം. നല്ല ഇടി കിട്ടിയെന്ന് തോന്നുന്നുണ്ടല്ലോ. നല്ല ഇടി കിട്ടിയടാ. ആ, കുഴപ്പമില്ല, ശീലം ആയിക്കോളും. അല്ലേ എന്നാ നീ വെച്ചിട്ട് വെക്കോ, നീ കുഴമ്പും കൊണ്ടുവാ. എന്നൊക്കെ വിളിച്ചു പറയാൻ പോയി കഴിഞ്ഞാൽ എന്നെ പറഞ്ഞാൽ മതില്ലോ. എന്ത് വിശ്വസിച്ച ഞാനിങ്ങോട്ട് പുറപ്പെട്ടെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. സംസ്കാരമില്ലാത്തവര്. വല്ല റിവ്യൂസ് വല്ലതും പിടിച്ചോണ്ട് പോയാന്ന് ഡയറക്ടർമാർ വല്ലതും കണ്ടാ പിടിച്ചിടിക്കുകയും ചെയ്യും. നാളിനെ നളിനെ കാണാനില്ല. ആ പരിഹാരം ഉണ്ടാക്കാം. എന്ത് ടേസ്റ്റ് അല്ലേ? എന്താണെന്നാ ഇന്നലെ നളിൻ മേടിച്ചോണ്ട് പറഞ്ഞിട്ട് നെസ്റ്റ് നളിന്റെ കാര്യം. നളിൻ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഇന്നലെ ആ പനേന്റെ അടിയിൽ നിന്ന് ഒരു മുട്ട സംഭവം നടന്നു. നിന്റെ മുത്തു ഇല്ലേ, നിന്റെ നൻപൻ മുത്തു, നാളിനെ പിടിച്ചിട്ട് ആറഞ്ചം അടക്കോ പിടിക്കോന്ന് പറഞ്ഞിട്ട് ഒരേടി. നിന്റെ പൊന്നുമോനെയൊക്കെ കണ്ണുചോരയില്ല, അമ്മാതിരി ഇടി. എന്തിന്? ആ അപ്പൊ ഞാൻ നാളിന്റെ അടുത്ത് ചോദിച്ചു, എന്തിനാടാ നീ ഇങ്ങനെ ഇടി വാങ്ങുന്നെന്ന് ചോദിച്ചപ്പോ പറയണേ, എനിക്കറിയാൻ പാടില്ല എന്തിനാണ്, ഇവിടെ പോയാലും ഇടി മാത്രമേ കിട്ടുന്നുള്ളൂന്ന്. അതെന്താടാ അങ്ങനെ? പാവം മൂങ്ങുന്നത് പട്ടി മൂങ്ങുന്ന പോലെ ഇരുന്ന് ആ തുമ്പത്തിരുന്ന് എന്തോരം നേരാവും മൂങ്ങിയെന്നറിയോ? നമ്പരും കിട്ടുന്നില്ലല്ലോ. എന്നാലും മുത്തു എന്തിനാ അവനെ പിടിച്ചിരിക്കുന്നേ? ഒന്ന് നമ്മുടെ വീട്ടിൽ താമസിക്കുന്നില്ലയോ? സംഭവം എന്താണോ എനിക്കറിയാൻ പാടില്ല. എന്തായാലും പെട്ടെന്ന് കണ്ടുപിടിച്ചോട്ടെ, ഇല്ലെങ്കിൽ ഭയങ്കര മോശമാണേ. നീ ഒരു കലാകാരനാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. തിന്മയ്ക്കെതിരെ പോരാടണം. ഓക്കെ, ഞാൻ ക്ലിനിക്കിലോ ഗവൺമെന്റ് ആശുപത്രിയിലോ പോയി നോക്കിട്ട് വരാം. നോക്ക്. ബൈ. ഇതിലും വെള്ളമില്ലല്ലോ. ഇവിടുത്തെ തേങ്ങയിലൊന്നും വെള്ളമില്ല. എടാ മണ്ട, ഈ കുടുമി ഇട്ട് കുലുക്കാതെ തേങ്ങ ആദ്യം കുലുക്ക്. ഞാൻ തന്ന വെള്ളം ഇല്ലാത്തത്. എടാ നീ എവിടെ പോയിരിക്കായിരുന്നു? നിന്നെ കാണുന്നില്ലെന്നും പറഞ്ഞു ശോഭന അവിടെ കിടന്ന് ഇന്നലെ ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. നീ എന്തിനാ നളിനെ അടിച്ചത്? എടാ അതൊരു വലിയ കഥയാ. നീ എവിടെ ആയിരുന്നു അത് പറ. ഞാനാണെങ്കിൽ ഒരു അത്യാവശ്യമായിട്ട് പുറത്ത് പോയതായിരുന്നു. മറ്റേ അവനെ എനിക്ക് ആദ്യം തൊട്ടേ പിടിച്ചിട്ടില്ല. എനിക്ക് അവനെ കാണുമ്പോൾ അങ്ങ് കലി വരുക. അവന് പറ്റിച്ചടാ. നമ്മുടെ നന്ദനയില്ലേ, എൻ്റെ വൈഫിന്റെ അനിയത്തി, അവിടെ കൂട്ടുകാരിയെ കൊണ്ടുപോയി ഏതാണ്ട് പ്രേമിച്ചെന്നോ
അവരെങ്ങാണ്ട് ഹോട്ടലിൽ പോയെന്നോ അവിടെ ഫുഡ് കഴിച്ചെന്നോ കാശ് കൊടുത്തില്ലെന്നോ കളിപ്പിച്ചെന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞു. എനിക്കാണ് കൊന്ന കൊലുക അവനെ വെച്ച് ഞാൻ താങ്ങി. ഏത് കൂട്ടുകാരി എവിടെ വെച്ച്? ഏതാണ്ട് ഒരു കൂട്ടുകാരി എങ്ങാണ്ട് അവള് പഠിച്ച കാലത്തെ കാര്യമാണ്, കോളേജിലെങ്ങാണ്ട്. എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. എനിക്ക് ഈ സംഭവം കേട്ടപ്പോൾ തന്നെ പിടികിട്ടി ഇവനാ കുഴപ്പക്കാരെന്ന്. ഞാൻ പോയി അപ്പം തന്നെ 2 എണ്ണം വെച്ചു കൊടുത്തു. അവനിപ്പോൾ നാട് വിട്ടുകയാണ്. അപ്പൊ 7ാം ക്ലാസ് വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ, ഇനി കോളേജ്